അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ചില്ലി പൊറോട്ട ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പൊറോട്ടയൊക്കെ ബാക്കി വന്നാൽ ഇതുപോലെ കുട്ടികൾക്ക് ചില്ലി പൊറോട്ടയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. സ്നാക്കായിട്ടും ഡിന്നറൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. അതിനുവേണ്ടി 300 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സാൻഡ്വിച്ച് ആയതുകൊണ്ട് തന്നെ ബോൺലെസ് ചിക്കനാണ് കേട്ടോ നല്ലത്. ഇതുപോലെ ഞാൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി വലിപ്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പെപ്പർ, 1/2 ടീസ്പൂൺ പെപ്പർ, പിന്നെ സോയ സോസ്, ഒരു 3/4 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് 1/2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. എന്നാൽ എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ അധികം. പിന്നെ റെഡ് ചില്ലി സോസാണ്, അതൊരു 1/2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സോസ് ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 1/2 എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അധികം നേരം ഇരുന്നാൽ അത്രയും നല്ലതാണ്. അപ്പോൾ അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മളിത് ഉണ്ടാക്കുന്നതിന് കുറച്ച് മുന്നായിട്ട്, ഒരു അരമണിക്കൂർ മുന്നായിട്ട് പുറത്തെടുത്ത് വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നന്നായി എണ്ണ ഒന്ന് ചൂടാക്കി എടുക്കുക. ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. നല്ലപോലെ ചൂടാവട്ടെ. നല്ലപോലെ ചൂടായതിന് ശേഷം ഇതിട്ട് കൊടുക്കുക. ചൂടായതിന് ശേഷം ഇതിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ വിടർത്തി ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി കൂടിയിരിക്കും. അപ്പോൾ ചിലതൊക്കെ ഇങ്ങനെ കൂടിയിരുന്നാലും കുഴപ്പമില്ല. കുറച്ച് നേരം കഴിഞ്ഞ് ചിക്കൻ ഒന്ന് അടിഭാഗം നല്ലോണം മുരിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ പതുക്കെ ആ കോരി വെച്ചിട്ടൊന്ന് വിടർത്തി കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ചിക്കൻ മുരിഞ്ഞതിന് ശേഷം വിടർത്താൻ പാടുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോട്ടിംഗ് ഒക്കെ പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഒന്ന് കിടന്ന് ഒന്ന് മുരിഞ്ഞ് വരട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്കിത് വിടർത്തി കൊടുക്കാം. വേണ്ട, ഇതുപോലെ ഒന്ന് പതുക്കെ വിടർത്തി കൊടുക്കുക. അപ്പം നല്ലോണം ഒന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം വിടർത്തിയെടുത്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോട്ടിങ് പോകും കേട്ടോ. അപ്പോൾ അതുപോലെ എല്ലാം ഒന്ന് വിടർത്തിയെടുത്ത്, അപ്പോൾ ചിലതൊക്കെ ഇനി വിട്ടു പോകുന്നില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് പതുക്കെ പൊട്ടിച്ചിട്ടാലും മതി. അത് അല്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് കൂടിയിരുന്നാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ നമുക്ക് പൊരിച്ച് കോരാം. അപ്പോൾ ഇതുപോലെ നമ്മൾ പൊറോട്ടയൊക്കെ ബാക്കി വരുമ്പോൾ കുട്ടികൾക്ക് കുറച്ച് ബ്രസ്റ്റ് പീസൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചപ്പാത്തിയുടെ ഉള്ളിലും വെച്ചിട്ടുണ്ടാക്കാം, അതുപോലെ തന്നെ ഇനി കുബൂസിൻ്റെ ഉള്ളിലും വെച്ചിട്ടുണ്ടാക്കാം. പൊറോട്ട മാത്രമല്ല കേട്ടോ, ചപ്പാത്തി ഉണ്ടെങ്കിൽ ചപ്പാത്തിയുടെ ഉള്ളിലും വെച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്കൊരു ഡിന്നറൊക്കെ ആയിട്ട് നമുക്ക് വലിയവർക്കായാലും കുട്ടികൾക്കായാലും കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ പൊരിച്ച എണ്ണ തന്നെയാണ് ഈ ഒരു മസാലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് എണ്ണ ഇതിലേക്ക് ഒഴിച്ചിട്ട് ആ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി, അപ്പോൾ ഒരു 4 വെളുത്തുള്ളിയും ഒരു 1/2 ഇഞ്ച് നീളത്തുള്ള ഇഞ്ചിയും ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ടിട്ട് അപ്പം നന്നായിട്ട് എണ്ണ ചൂടായിട്ട് അത്യാവശ്യം നല്ല ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് വഴറ്റിയെടുക്കുന്ന രീതിയിൽ നല്ല ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. അതൊന്നും മുരിഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് 2 മീഡിയം സൈസ് സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. പറഞ്ഞാൽ വയറ്റി നല്ല മുരിയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. അപ്പം ഞാനിത് ചെറിയതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് ഇനി നീളത്തിൽ അരിഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ആ സവാള കുറച്ചൊന്ന് കടിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നീളത്തിൽ തന്നെ അരിഞ്ഞെടുത്താലും മതി കേട്ടോ. ഞാനിതുപോലെ ചോപ്പ് ചെയ്തെടുക്കുക ചെയ്ത്. പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ തണ്ട്, ഇത് ഓപ്ഷണലാണ്. കയ്യിലുണ്ടെങ്കിൽ ഒരു 2 തണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം ഞാൻ കുറച്ച് നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്, അധികം വലിപ്പമല്ല. അതും ഈ പറഞ്ഞ സവാള അരിയുന്നതും ഇതുപോലെ തന്നെ അരിഞ്ഞാൽ അതൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കനോടൊപ്പം തന്നെ കേട്ടോ. അതും ക്യാപ്സിക്കം ചെറുതായി ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ. അപ്പം നമ്മളിതിൽ സോസൊക്കെ ഒഴിക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ ഉപ്പ് നോക്കിയിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് പെപ്പർ, 1/2 ടീസ്പൂണോളം പെപ്പറും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ ഇതുപോലെ ക്രഷ് ചെയ്തിടുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ പൊടിച്ച് വെക്കുന്നതിനേക്കാൾ നല്ലത് പെപ്പർ അപ്പം തന്നെ ഇങ്ങനെ ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇട്ടൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം, അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്, ഇത്ര വാടിയാൽ മതിയാവും. ഇതിലേക്ക് നമുക്ക് സോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സോയ സോസ് 2 ടേബിൾ സ്പൂൺ സോയ സോസ്, 1.5 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, റെഡ് ചില്ലി സോസാണ്. ഇതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ സോസൊക്കെ ഒഴിച്ചതിന് ശേഷം ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പില്ലാത്തത് കൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു.
പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഷുഗറാണ്. അത് നമുക്ക് ഈ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ നല്ലതാണ് ഷുഗർ ചേർക്കുന്നത്. പിന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടിയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ നന്നായി ഒന്ന് യോജിപ്പിച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് വെച്ച് നമുക്കിതൊന്ന് എടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് അവസാനം ഞാൻ സ്പ്രിംഗ് ഓണിയൻ്റെ ആ ലീഫ് കട്ട് ചെയ്തത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഇതെടുക്കാം. എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഇത് നമ്മളിതുപോലെ മസാലയൊക്കെ സോസൊക്കെ ഒഴിച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രിയൊക്കെ നേരത്തെ ഒരു ഡിന്നറായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ്. ചപ്പാത്തിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊറോട്ടയുടെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ്റെ ചില്ലി റെസിപ്പിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊറോട്ടയുടെ ഉള്ളിൽ വെച്ചിട്ട് ഫില്ല് ചെയ്യും. അതിന് വേണ്ടി ഞാനൊരു പൊറോട്ട എടുത്തിട്ടുണ്ട്. പൊറോട്ടയുടെ ഉള്ളിൽ മീതെ കുറച്ച് മയണൈസ് തേച്ച് കൊടുക്കുന്നുണ്ട്. മയണൈസും പിന്നെ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. നിങ്ങളുടെ സോസ് ആയാലും മയണൈസൊക്കെ ആണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒഴിച്ചു കൊടുത്താലും അത് ഇനി ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി സോസൊക്കെ ഒഴിച്ചിട്ടുള്ള ചിക്കൻ ആയതുകൊണ്ട് തന്നെ ടൊമാറ്റോ സോസ് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മയണൈസ് തേക്കുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഈ ചിക്കൻ്റെ മസാല വെച്ച് കൊടുക്കാം. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചെറിയൊരു മധുരവും എരിവൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പച്ചമുളക് വേറെ ആഡ് ചെയ്തിട്ടുമില്ല. കുട്ടികൾ ഇനി കടിക്കുമ്പോൾ ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ല. പച്ചമുളക് ചേർക്കേണ്ടവർക്ക് ചേർക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് മൊസറല്ല ചീസ് ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇതും കൂട്ടി കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണല്ലോ ഈ ചീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇതിൽ കുറച്ച് ചീസൊക്കെ ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. ഒന്നില്ലെങ്കിൽ പാനിൽ വെച്ച് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ടോസ്റ്ററിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കുക. ഞാനിപ്പോൾ ഇതൊരു ടോസ്റ്ററിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ പൊറോട്ട ചൂടായി വരുമ്പോൾ അതിൻ്റെ ചീസൊക്കെ മെൽറ്റായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ. ആ ചൂടോടുകൂടി തന്നെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ചൂടാക്കാണ്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് മയണൈസ് ഇതുപോലെ തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ലെറ്റ്യൂസ് എടുത്തിട്ടുണ്ട് ഞാനിതിൽ. അപ്പോൾ ലെറ്റ്യൂസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റ്യൂസൊക്കെ ഈ ചിക്കൻ്റെ കൂടെ ലെറ്റ്യൂസ് വെച്ച് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് ലെറ്റ്യൂസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചിക്കൻ്റെ പീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ലെറ്റ്യൂസും കൂടി. അപ്പോൾ എനിക്ക് ഇവിടെ ലെറ്റ്യൂസ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ലെറ്റ്യൂസ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ലെറ്റ്യൂസ് വെക്കണമെന്നുണ്ടെങ്കിൽ അത് വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അത് ഈ ചിക്കൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആ ഇലയും കൂടിയും വരുമ്പോൾ കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതും ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് ഞാൻ ടോസ്റ്റ് ചെയ്യുന്നൊന്നുമില്ല, ചൂടാക്കി എടുക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ആ ചൂടോട് കൂടിയിട്ടുള്ള ചിക്കനാണല്ലോ നമ്മൾ വെച്ചിട്ടുള്ളത്. ഫോൾഡ് ചെയ്തിട്ട് നമുക്കിത് ഇങ്ങനെ കഴിക്കാം. അതിൽ ചൂടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ചൂടാക്കണമെന്നും കുഴപ്പമില്ല. പൊറോട്ട ഒന്നും കൂടി ക്രിസ്പി ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ല ഇങ്ങനെ തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കാം. അപ്പോൾ തീർച്ചയായും ഈ 2 രൂപത്തിലും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കട്ടോ. ഒരൊറ്റ മസാല തന്നെയാണല്ലോ. അപ്പോൾ ചീസ് ഇട്ടിട്ട് കുട്ടികൾക്കൊക്കെ ചീസ് ഇട്ടിട്ടും കൊടുക്കാം, വലിയവർക്ക് ചീസ് ഇടാണ്ടും കഴിക്കാം. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻസിൽ അറിയിക്കാൻ മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ മറ്റുള്ള വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ ചപ്പാത്തിയുടെ ഉള്ളിൽ ചിക്കൻ്റെ വേറൊരു ഫില്ലിംഗ് വെച്ചിട്ടുള്ള റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണേണ്ടവർക്കൊന്ന് കണ്ടു നോക്കാം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക്